ഓ ഈ സിഞ്ചാൻ എവിടെ പോയി കിടക്കോ? ഇവന് കുറെ നേരമായല്ലോ ഞാൻ വിളിക്കുന്നു. ഇവൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നതാണ്. എടാ നീ ആദ്യം ഈ സ്റ്റെപ്പിന്റെ അടിയിലോട്ട് നോക്ക്. ഞാൻ ഇവിടെ പെട്ടിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. അല്ല നീ എന്തിനാ ഇപ്പൊ ഇതിന്റെ അടിയിലോട്ട് വലിഞ്ഞു കയറി? ആ കബോർഡിന്റെ അടിയിൽ എന്റെ ഒരു പേസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി പോയി. അതിന് നീ പല്ല് തേക്കാറൊക്കെ ഉണ്ടോടെ? എന്തായാലും നിന്നെ പോലെ സൂറിയിട്ട് ചന്തി എഴുതാതിരിക്കട്ടെ. ഓ എനിക്കിട്ടൊന്ന് വെച്ചതാ. അല്ല ഇവൻ എന്താ ഇവിടെ പരിപാടി? ഇവനെ വെളിയിൽ നിർത്തിയിരുന്നല്ലേ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ആ അളിയന് ഫ്രണ്ടിൽ നിന്ന് കാല് കഴിച്ചെന്ന് പറഞ്ഞത് കാരണം ഞാൻ പിടിച്ചകത്ത് കയറ്റി. സലാം മാസ്റ്റർ, ഞാനിന്ന് എത്ര പേരെ പേടിപ്പിച്ച് ഓടിച്ചെന്നറിയാവോ? ആ നീ ഓടിക്കുന്നതൊക്കെ നല്ലതാ. നീ കഴിഞ്ഞ ദിവസം എന്റെ അച്ഛനിട്ട് ഒരു കുത്തു കൊടുത്തത്. മാസ്റ്റർ അത് അറിയാതെ പറ്റിപ്പോയത്. എനിക്കാണെ കണ്ടുപിടിച്ചില്ലായിരുന്നു മാസ്റ്ററിന്റെ അച്ഛനാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഞാൻ ബാക്കിൽ നിന്ന് ഒരു കുത്തു കൊടുത്തു. ഇനി കുത്താൻ നിന്നാ നിന്നെ ഞാൻ ചവിട്ടി എറിയും ഇവിടുന്ന്. സോറി മാസ്റ്റർ, ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കത്തില്ല. ആവർത്തിക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. എടാ ഊളെ, നീ ഇവിടെ പോയി വാനിഷായി പോയി. ഇവനെ നിക്കുന്ന നിപ്പി കാണത്തില്ലല്ലോ. ഞാൻ പുറകിൽ തന്നെ ഉണ്ട്. നീ ആദ്യം പോയി വണ്ടി എടുക്കുക. വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നിനക്കല്ലേ ഇന്ന് യോഫോ മേടിക്കണമെന്ന് പറഞ്ഞത്? ഓ പിന്നെ നിന്റെ ചങ്കിന്റെ അടുക്കലല്ലേ പണിയാൻ കൊടുത്തത്. അവൻ നശിപ്പിച്ചു വെച്ചാന്ന് ദൈവത്തിനറിയാം. എന്നാ പോയാലൊന്ന്. നിന്നെക്കാളും എനിക്ക് വിശ്വാസം അവനെ. കാരണം നീ മൊണ്ണയാ. നിന്റെ ഒരു സാധനം തന്നാ നീ നശിപ്പിച്ചു നോക്കും. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് അത് വർക്ക് ചെയ്ത് കാണും. ഇതൊക്കെ കണ്ടാ മതി. നീ ആദ്യം നേരെ നോക്കി വണ്ടി ഓടിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു. വണ്ടി കൊണ്ടുപോയി ഒരു കടയിൽ കയറ്റിയതും നീ എന്നെ ഇട്ടിട്ട് ഓടിയതും ഞാൻ കണ്ടതാ. നീ നിക്കുന്ന നിപ്പി ഓടിക്കളയാ. എന്നിട്ട് ഞാൻ വാനിച്ചാതെന്നാ നീ എല്ലാവർക്കും പറഞ്ഞു വരുത്തുന്നു. എവിടെ ഓടി? ഞാൻ എന്നിട്ട് തിരിച്ചു വന്നില്ല. എന്തായാലും എന്തിനു? എത്ര വാട്ടെ ഉഴുന്നോടെയാണ് അയാൾ എന്നെ കൊണ്ട് അവിടെ ഇരുത്തി ഉണ്ടാക്കി. ഞാൻ എന്തോരം പൊറോട്ട അടിച്ചവിടെ. ഇച്ചിരി പണിയെടുത്തേനാണ് നീ കിടന്ന് കണക്ക് പറയുന്നത്. നമ്മളായിട്ടുള്ള ബന്ധം അതാണ്. അല്ല ഇന്നലെ അവൻ വിളിച്ചപ്പോഴേ വണ്ടി ബാക്കി ഇരിക്കുന്ന അവൻ എന്റെ അടുക്ക് പറഞ്ഞത്. അത് നീ നോക്കിയും കണ്ടൊക്കെ പോണം. അവന്റെ ഒരു പട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നിന്നെ പട്ടി കടിച്ച് കീറും. എന്നെ പട്ടി പിടിക്കാൻ? അതും എന്നെ? ഓ ഒന്നും അറിയാത്ത പോലെ യോഫോ കൊടുക്കാൻ വന്നപ്പോ കുണ്ടിയും പൊക്കി കൊണ്ട് ഓടുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. നീ അതൊക്കെ ഇപ്പൊ പറയുന്ന എന്തിനാ? ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടെ നമുക്ക് പോയി യോഫോ കാണാം. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. അല്ലാതെ എന്റെ പണ്ടത്തെ കാര്യം എടുത്ത് ഇതിന്റെ അകത്തോട്ട് വലിച്ചെഴിയല്ല നീ ചെയ്യേണ്ടത്. അറിയാ എനിക്ക് എന്തോ പറ്റിയാ ഞാൻ സെറ്റായി ഇരിക്കുന്നു. കൊള്ളാം. ഈ വിഷയം നിനക്ക് ഇതുവരെ മാറിയില്ലല്ലേ? എടാ ഞരമ്പിൽ ഒരു ചെറിയ പിരി പോയതല്ലേടാ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണായി ഇവിടെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതിപ്പോ ഞാൻ ഇവിടെ ഒന്നുകൂടെ വണ്ടി എടുത്തിട്ട് നിന്നെ അതിന്റെ അകത്ത് കയറ്റിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഈ പ്രശ്നം മാറുമോ? എടാ എന്നെ കൊണ്ട് വല്ല ആശുപത്രിയിലും പോടാ. എനിക്ക് നിൽക്കുന്ന നിപ്പിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ യോഫോ എടുക്കാൻ വന്നതല്ലേ. ഞാൻ ഒന്നുകൂടെ വണ്ടി കയറ്റിയിട്ട് ഒന്നുകൂടെ ഇറക്കി നോക്കാം. ചിലപ്പോ റെഡി ആവുമായിരിക്കും. എന്നാ നീ വണ്ടി എടുത്തോട്ട് കൊണ്ടുപോവാ. ഞാൻ കയറിയിരിക്കാം. അടുത്തോട്ട് കൊണ്ടുപോ. കുറച്ചുകൂടെ അടുത്ത്. എടാ ഇത് ശരിയാകത്തില്ല. ഇതൊന്നും ശരിയാകത്തൊന്നുമില്ല. വേറെ എന്തെങ്കിലും വഴി നോക്കുന്നേ. ആശുപത്രി കൊണ്ടുപോയപ്പോ അവന് സമാധാനമായല്ലോ. ആ യുഎഫ്ഒ ഒന്ന് എടുക്കാൻ വന്ന നിനക്ക് ചെലവായത് 5000 രൂപയാ. നീ മര്യാദക്ക് എനിക്ക് തിരിച്ചു തന്നോ? എന്തൊക്കെ തന്നോളൂ. ഇവിടെ കിട്ടിലം പോലത്തെ യുഎഫ്ഒ അല്ലേ കിടക്കുന്നത്. 5000 രൂപ ഇത് കണ്ടിട്ട് നിനക്ക് മറക്കാൻ മേലേ? എന്ത് കിടിലനാന്ന് പറഞ്ഞാലും ഞാൻ മറക്കത്തില്ല. നീ എന്റെ 5000 രൂപ നീ തന്നിട്ട് പോയാ മതി. ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ട. നമുക്ക് ഇച്ചിരി ഞരമ്പിന്റെ പ്രശ്നം ഉള്ളതാ ഇപ്പൊ. എന്ത് പ്രശ്നം? ആ ഡോക്ടർ പെടലി നോക്കി 2 അടി വന്നപ്പോ നിനക്ക് റെഡി ആയില്ല. അതായിരുന്നു ഞാൻ ഇവിടുന്ന് ചെയ്തേനല്ലോ. അതാ ഞാനും വിചാരിച്ചു. പിന്നെന്തിനാ അയാൾ 5000 രൂപ മേടിച്ചെന്ന് എനിക്കറിയാം. നിന്റെ നല്ലല്ലോ മേടിച്ച. എന്റെ പൈസയല്ലേ പോയ. മര്യാദക്ക് നീ തന്നോണം. ഈ പെടലി കടിക്കുന്ന പരിപാടി എനിക്കും അറിയായിരുന്നു. നീ സാവധാനം ഈ യോഫോ അങ്ങോട്ട് ഓടിച്ചിട്ടേക്കോ. അപ്പൊ നീ ഇതൊക്കെ മറക്കും. നിന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആയി വരും. ഞാൻ ഓടിച്ചിട്ട് വരാം. പക്ഷെ ഈ കാര്യമൊന്നും ഞാൻ മറക്കത്തൊന്നുമില്ല. എന്റെ അമ്മ എന്നെ കിട്ടില്ല സാധനമാണ്. യോഫോ കൊള്ളാൻ കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷെ നീ 5000 രൂപ തരണം എനിക്ക്. നീ എന്നെ എച്ചി അളക്കൂ. സ്വന്തം കൂട്ടുകാരും പെട്ട് കിടന്നിട്ട് അവൻ 5000 രൂപ വേണം. എനിക്ക് വേണ്ടേ. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. അടിപൊളി യൂഫോ കേട്ടോ. ഞാൻ റൂട്ടോന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അടിപൊളി സാധനം. എൻ്റെ ദൈവമേ, ഞാൻ ഓർത്തില്ല ഇങ്ങനെയൊക്കെ ഐറ്റം ആക്കി തരുമെന്ന്. നിന്റെ കൂട്ടുകാരൻ അപാര കഴിവ് തന്നെയാണല്ലേ? അവന്റെ പട്ടിക്ക് അപാര കഴിവ്. അതല്ലേ നിന്റെ ചന്തിക്ക് മാർക്ക് തന്നത്. ഈ ഓഫോയി കണക്ട് ചെയ്തിരിക്കുന്ന ഫോൺ അങ്ങോട്ട് ഓഫാക്കി പിന്നെ നീ എന്നെ ആയിട്ട് മിണ്ടത്തില്ലല്ലോ. ഞാൻ അങ്ങനത്തെ ഇത് വരുത്തിക്കരുത്. നിന്നെ ഇവിടെ ഇട്ടേച്ച് പോകും. ഞാൻ ഇട്ടേച്ച് പോയാൽ എനിക്ക് കോപ്പാണ്. ഞാൻ എവിടുന്നെങ്കിലും ഇങ്ങനെ ഇഴഞ്ഞു വന്നോളാം. പകുതി നടക്കുമ്പോ ഞരം പെടറും. പിന്നെ ഞാൻ വണ്ടിയായിട്ട് വരും. പിന്നെ ആ ഡോക്ടറിന്റെ അടുക്കി കൊണ്ടുപോയി പെടലിക്ക് അടി മേടിക്കണം. ഇനി വരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് അടിക്കും. പിന്നെ നീ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് അത് പറ. നൈസ് വണ്ടിയല്ലേ? അവൻ ഫുള്ളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്ര കിടിലം പോലെ എങ്ങനെ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്ത് വെച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നിന്നെ പോലെ കഴിവില്ലാത്തവന്മാരാണെന്ന് വിചാരിച്ച എല്ലാരും. നിനക്ക് പിന്നെ കുറെ കഴിവുണ്ടല്ലോ. നിനക്ക് സ്വന്തമായിട്ട് പെണ്ണുണ്ടാവും. നിനക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എന്റെ കാര്യം അല്ലല്ലോ ഇവിടെ ചോദിച്ചാ. നീ പറ, നിനക്കുണ്ടാ? എനിക്കെന്താ അടുത്ത വീഡിയോയിൽ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വരുവാ. നീ വായം പൊളിച്ചിരിക്കും. നമ്മള് സിപ്മയാടാ. എനിക്ക് പെണ്ണൊന്നുമില്ല. നീ സെന്റാ. അവന്റെ പട്ടീനെ നിനക്ക് അങ്ങോട്ട് കെട്ടിച്ചേരാ. അതാകുമ്പോ നിനക്ക് കുണ്ടിക്ക് മാർക്കിടാൻ ഒരാളായില്ലേ? കഴിവ്
ഡെലിവറി നിനക്കുള്ളത് ഞാൻ തരാം കേട്ടാ, അടുത്ത വീഡിയോ വരട്ടെ.